നീതിമാനായ താതാ മാര്യോസേ പുണ്യ താതാ മാനവനാദരവാ കീർത്തിക്കും പുണ്യ താതാ ചോദിപ്പോർക്കെന്തും നൽകി ആശകൾ തീർത്തിടുന്ന ഈശോദൻ സ്നേഹദാതാ കാരുണ്യമേകിടണേ ആശ്രയം തേടിയങ്ങേ പാദത്തിൽ വന്നിടുന്ന ആർദ്ദരെ കൈവിടാതെ കാത്തു പാലിക്കതാ. കർത്താവായ ഈശോയെ, നിന്റെ വളർത്തുപിതാവും തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും തിരുസഭയുടെ സംരക്ഷകനുമായ ഭാഗ്യപ്പെട്ട മാറിയ യൗസേപ്പിൻ്റെ മാധ്യസ്ഥ അപേക്ഷിക്കുന്ന നിന്റെ അജഗണത്തെ തൃക്കൺ പാർക്കണമേ. ഉണ്ണിയായിരുന്നു നിന്നെ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുകയും തച്ചൻ്റെ പണിശാലയിലൂടെ അധ്വാനത്തിൻ്റെ മാതൃക ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത നീതിമാനും നിർമ്മലനും മഹാവിരക്തനുമായ മാറിയ യൗസേപ്പിൻ്റെ അപേക്ഷയാൽ നീതിയിലും നൈർമല്യത്തിലും വിശുദ്ധിയിലും അനുദിനം വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നു. അവളെ അപകീർത്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ അറിയിച്ചു. ദാവീദിന്റെ പുത്രനായ യോസേപ്പേ, അങ്ങയുടെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, ശിശുവിനെ ഈശോ എന്ന് പേരിടണം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ മാറിയോസേപ്പേ, പാപരഹിതനായ ഈശോ മിശിഹായും കന്യകൾക്ക് മകളുമാകുന്ന നിർമ്മല കന്യകാമറിയവും അങ്ങേ വിശ്വാസമുള്ള സൂക്ഷ്യത്തിന് ഏൽപ്പിക്കപ്പെട്ടുവല്ലോ. ഈശോ മറിയമെന്ന പ്രിയപ്പെട്ട നാമത്തെ പ്രതി അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അശുദ്ധതയിൽ നിന്നും എന്നെ കാത്ത് ശുദ്ധഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കരകൂടാതെ ആത്മാവോടും കൂടെ ഈശോ മിശിഹായ്ക്കും മറിയത്തിനും എപ്പോഴും എത്രയും ശുദ്ധമായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യൗസേപ്പ് ഉറക്കത്തിൽ എഴുന്നേറ്റു. ദൈവദൂതൻ കൽപ്പിച്ചതനുസരിച്ച് തന്റെ ഭാര്യയെ സ്വീകരിച്ചു. മറിയം കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അദ്ദേഹം അറിഞ്ഞില്ല. ഈശോ എന്ന പേര് അവർ പുത്രന് നൽകുകയും ചെയ്തു. വിവേകിയും തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനുമായ വിശുദ്ധ യൗസേപ്പേ, അങ്ങേക്കുണ്ടായ ആനന്ദങ്ങളെ സന്തോഷത്തോടും ദുഃഖങ്ങളെ സമുചിതയോടും കൂടി അങ്ങ് സ്വീകരിച്ചുവല്ലോ. അനാവശ്യാനന്ദങ്ങൾ കൊണ്ടും പരസ്പര ഭിന്നതകൾ കൊണ്ടും കലുഷിതമാകുന്ന ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തെ വിശദീകരിക്കുവാനും ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പരമുള്ള കടപ്പാടുകളെയും മക്കളോടുള്ള കടമകളെയും ദൈവേഷ്ടമനുസരിച്ച് നിറവേറ്റുവാൻ അവർക്ക് അനുഗ്രഹം ലഭിക്കുവാനും ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതിനായും പ്രാർത്ഥിക്കണമേ. നീ എഴുന്നേൽക്കുക, ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഞാൻ ഇനി അറിയിക്കുന്നവരെ അവിടെ താമസിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഹെരോദേസ് രാജാവ് ശിശുവിനെ വധിക്കാൻ ഉടനെ അന്വേഷിക്കും. ആ രാത്രിയിൽ തന്നെ യോസേപ്പ് എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിന്റെ മരണം വരെ അവിടെ പാർക്കുകയും ചെയ്തു. ഈശോ മിശിഹായുടെ സംരക്ഷകനും വളർത്തുപിതാവുമായ വിശുദ്ധ യോസേപ്പേ, ദിവ്യശിശുവിന് വേണ്ടി വസതി അന്വേഷിച്ചും അവിടുത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒളിച്ചോടിയും അവിടുത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി മരപ്പണി ചെയ്തും ദിനരാത്രങ്ങൾ അധ്വാനിച്ച അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ. സഭാമർദ്ദകരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ.
ഹെരോദ് മരിച്ച ഉടനെ കർത്താവിൻ്റെ ദൂതൻ ഈജിപ്തിൽ വച്ച് യൗസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു. നീ എഴുന്നേൽക്കുക, കുഞ്ഞിനെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. എന്തുകൊണ്ടെന്നാൽ ഉണ്ണിയെ വധിക്കാനിരുന്നവർ മരിച്ചു കഴിഞ്ഞു. യൗസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് തിരിച്ചു. ഈശോ മിശിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ദിവ്യ ശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മാർ യോസേപ്പേ, ഒരുങ്ങാത്തതും ദൈവപ്രസാദമല്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോയുടെ തിരുനാമം വിളിച്ചുകൊണ്ടും പാപത്തെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ടും മരണം പ്രാപിക്കാനുള്ള അനുഗ്രഹം, രോഗികളുടെ ആശ്രയവും ആസന്നമരുടെ മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. പിതാവായ ഹെരോദസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂദയായിലെ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യോസേപ്പ് അറിഞ്ഞു. അങ്ങോട്ട് പോകുവാൻ യോസേപ്പ് ഭയപ്പെട്ടു. ഗലീലിയ ദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർ ഗലീലയിലേക്ക് പോയി. അവിടെ ചെന്ന് നസറത്ത് എന്ന നഗരത്തിൽ വാസമുറപ്പിച്ചു. ഈശോ മിശിഹായെ നസ്രായൻ എന്ന് വിളിക്കുമെന്നുള്ള ദീർഘദർശികളുടെ പ്രവചനം അങ്ങനെ നിറവേറി. തിരുക്കുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാവൽക്കാരനും നിരന്തരമായ അധ്വാനം കൊണ്ട് ദൈവസുതനെയും മാതാവിനെയും കാത്തുപരിപാലിച്ചവനും വേലക്കാരുടെ മാതൃകയുമായ മാർ യോസേപ്പേ, അങ്ങ് തൂകിയ വീർപ്പ് തുള്ളികളെയും സഹിച്ച പീഡകളെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മശരീര പോഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ അങ്ങ് എളിയവരായി ഞങ്ങളിൽ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ. അധ്വാനം വഴി സ്വർഗീയ സമാധാനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. നമുക്ക് മൗനമായി നിന്ന് നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ മാർ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തിൽ കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഏറ്റവും നിർമ്മലനായ ഭർത്താവേ, അങ്ങയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങയുടെ മാധ്യസ്ഥ യാചിക്കുകയും ചെയ്തവരെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഓർക്കണമേ. അങ്ങയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അങ്ങയെ പക്കൽ ഓടിയെത്തി അങ്ങയെ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു. ലോകരക്ഷകനായ മിശിഹായുടെ വളർത്ത പിതാവേ, എന്റെ എളിയ പ്രാർത്ഥന നിരസിക്കാതെ ദയാപൂർവം ശ്രവിച്ച് അത് സാധിച്ചു തരണമേ. ആമേൻ. ഈശോതൻ പാലക യോസേപ്പേ, മഹാത്മാ മഹാത്മാ മഹാത്മാ. കരയറ്റ കന്യകയമ്മയെയും പരമപിതാവിൻ കുമാരനെയും പരിരക്ഷ ചെയ്തു വസിച്ചവനെ, കരുണയോടൊരു വരമരുളണമേ. ഈശോതൻ പാലക യോസേപ്പേ, മഹാത്മാ മഹാത്മാ മഹാത്മാ. അമല മനോഹരി മേരിയും തൻ അരുമകുമാരനമേശുവുമാ അന്തിമ നിമിഷമടുത്തിടുമ്പോൾ അരുകിലണഞ്ഞിടണേ കൃപ
യോസേപ്പേ മഹാത്മാ മഹാത്മാ മഹാത്മാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മാറിയോസേപ്പ് പിതാവിന്റെ പ്രത്യേകമായ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃപയുടെ മധുമാരി പെയ്തിറങ്ങുന്നു, സ്തുതിയുടെ തേനൊലി ഉയരുന്നു. തിടനാട്ടിൽ യൗസേപ്പ് പിതാവിൻ്റെ പുണ്യമണ്ണിൽ ജെറുസലേം നാഥനെ ജീവന്റെ ജീവനാ വളർത്തിയ വത്സലതാത. ജെറുസലേം നാഥനെ ജീവന്റെ ജീവനാ വളർത്തിയ വത്സലതാത. അമലോത്ഭവയുടെ പ്രിയവല്ലഭനെ മാർയോസേപ്പ് പിതാവേ, ആദിവ്യ ചൈതന്യധാരയാലി തിടനാടിന്നു തീർത്ഥാടകർ തേടും പുണ്യഭൂമിയായി പുണ്യഭൂമിയായി. നായക നസ്രത്തിലെ കുടുംബനായക, നിത്യസമാധാനത്തിൻ പൂവനിയാക്കണമേ ഭവനങ്ങൾ. സ്നേഹത്തിന്റെ ഇരവിരിയും ഐക്യത്തിന്റെ നിറമണിയും ആത്മീയതയുടെ സുഗന്ധമൊഴുകും പൂവനിയാക്കണമേ. അധ്വാനിക്കും ജനകോടികൾ തൻ നിത്യസഹായം നീതിമാൻ നീ. അധ്വാനിക്കും ജനകോടികൾ തൻ നിത്യസഹായം നീതിമാൻ നീ. അത്യുന്നതന്റെ സന്നിധിയിൽ നിൻ മാധ്യസ്ഥ്യദൂതുകൾ സഫലമല്ലോ. അത്യുന്നതന്റെ സന്നിധിയിൽ നിൻ മാധ്യസ്ഥ്യദൂതുകൾ സഫലമല്ലോ. സഹനങ്ങളിലെ സങ്കടവഴിയിൽ സാന്ത്വനമാണു നിൻ സ്നേഹത്തലോടെ. സഹനങ്ങളിലെ സങ്കടവഴിയിൽ സാന്ത്വനമാണു നിൻ സ്നേഹത്തലോടെ. നായക നസ്രത്തിലെ കുടുംബനായക, നിത്യസമാധാനത്തിൻ പൂവനിയാക്കണമേ ഭവനങ്ങൾ. സ്നേഹത്തിന്റെ ഇരവിരിയും ഐക്യത്തിന്റെ നിറമണിയും ആത്മീയതയുടെ സുഗന്ധമൊഴുകും പൂവനിയാക്കണമേ.
ദാമ്പത്യ ചില്ലയിൽ ചേക്കേറുവാൻ തിരുമുൻപിൽ പുഷ്പവടി ഏന്തുന്നതും, ദാമ്പത്യ ചില്ലയിൽ ചേക്കേറുവാൻ തിരുമുൻപിൽ പുഷ്പവടി ഏന്തുന്നതും, ഒരു പൊന്നോമന പൂങ്കുരുന്നിനായി പിളത്തൊട്ടിലെടുത്തു പ്രാർത്ഥനയും, ഒരു പൊന്നോമന പൂങ്കുരുന്നിനായി പിളത്തൊട്ടിലെടുത്തു പ്രാർത്ഥനയും, പുളിയും പൊട്ടുവടിയും താലത്തിലേന്തി കുരിശിനെ വണങ്ങി വലം വയ്ക്കുന്നതും, തിരുക്കുടുംബത്തിൻ്റെ ആരൂഢം തീർത്തൊരു അച്ഛനുള്ള നേർച്ചകൾ ഈ തിടനാട്ടി, ജെറുസലേം നാഥനെ ജീവന്റെ ജീവനായി വളർത്തിയ വത്സലതാത, നായക നസ്രത്തിലെ കുടുംബനായക, നിത്യസമാധാനത്തിൻ പൂവനിയാക്കണമേ ഭവനങ്ങൾ. സ്നേഹത്തിന്റെ ഇരവിരിയും ഐക്യത്തിന്റെ നിറമണിയും ആത്മീയതയുടെ സുഗന്ധമൊഴുകും പൂവനിയാക്കണമേ. സ്നേഹത്തിന്റെ ഇരവിരിയും ഐക്യത്തിന്റെ നിറമണിയും ആത്മീയതയുടെ സുഗന്ധമൊഴുകും പൂവനിയാക്കണമേ.